ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. മാസ്റ്റർ മ്യൂച്വൽ ഫണ്ട് വിത്ത് ഹോം സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫാക്ട് ഷീറ്റ് എന്താണെന്ന് വളരെ വിശദമായിട്ടും വ്യക്തമായിട്ടും പഠിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡിൽ SIP എന്താണെന്നും അതുപോലെ ലംസം ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, SIP ലംസം. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം, നമുക്ക് വിശദമായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, കാണണം, എന്നിട്ട് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? അത് എന്താണ് SIPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ എന്താണ് ലംസം ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ എന്താണ് അതിൻ്റെ ഗുണങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ ദോഷങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഈ ഒരു വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, അതിനുശേഷം നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് SIP ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ലംസം ചെയ്യുന്നതാണോ നല്ലത്, ഈ ലാഭം കിട്ടുന്നത് എങ്ങനെയാണ്, ഏതൊക്കെയാണെന്ന് കൂടെ നമ്മൾ ഏറ്റവും വിശദമായിട്ട് പഠിക്കും. ഏറ്റവും അവസാനം രണ്ടിൻ്റെ ഒരു കമ്പാരിസൺ കൊണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഒരു ഇൻഡിവിജ്വൽ കേസ് വരുമ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളത് നമ്മളൊരു ഉദാഹരണത്തിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യും. അപ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. സോ നമുക്ക് ആരംഭിക്കാം. വെൽക്കം ടു ദ 7th എപ്പിസോഡ് ഓഫ് അവർ സീരീസ് മാസ്റ്റർ മ്യൂച്വൽ ഫണ്ട് വിത്ത് ഹോംസ്. ഇനി എന്താണ് SIP എന്നാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. അതായത് ഓരോ മാസവും ഒരു നിശ്ചിത തുക നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന ഒരു സംവിധാനത്തിനാണ് SIP എന്ന് പറയുന്നത്. SIPയുടെ ഏറ്റവും വലിയ ഗുണം എന്തെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏതൊരു ചെറിയ തുകയിൽ നിന്നും SIP ആരംഭിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഈ പല AMCകളും ഏറ്റവും ചെറിയ തുകകളിൽ നിന്നൂടെ SIP ആരംഭിക്കാനുള്ള സൗകര്യം നൽകുന്നുണ്ട്. എങ്കിലും ഒരു 500 രൂപ മിനിമം നിങ്ങൾക്ക് SIP സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. മിക്ക AMCകളും 500 രൂപയായിരിക്കും അവരുടെ ഒരു പക്ഷേ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന SIP എന്ന് പറയുന്നത്. പക്ഷെ ഒരു മാത്രം ഏത് തുകയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് SIP നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. SIP തുടങ്ങുമ്പോൾ നിങ്ങൾ ഒരു ബാങ്കിൻ്റെ മാൻഡേറ്റ് അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ മാസവും കൃത്യമായിട്ട് ആ തീയതിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് SIP തുക നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പോയിക്കൊള്ളും. ഇനി എന്തൊക്കെയാണ് SIPയുടെ പ്രധാനപ്പെട്ട ഗുണങ്ങളെന്നും ദോഷങ്ങളെന്നും നമുക്ക് നോക്കാം. SIPക്ക് പ്രധാനപ്പെട്ട 3 ഗുണങ്ങളാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് വേണം. ഒന്നാമത്തെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റുപ്പി കോസ്റ്റ് ആവറേജിങ്ങിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് മാർക്കറ്റ് ഉയരുമ്പോഴും താഴുമ്പോഴും ഒരേ തുക നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ശരാശരി വില എന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, അത് കുറഞ്ഞിരിക്കും. ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു 5000 രൂപയുടെ ഒരു SIP നിങ്ങളൊരു ഫണ്ടിലിടാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു മാസം അതിൻ്റെ NAV 100 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് 50 യൂണിറ്റുകളായിരിക്കും കിട്ടുന്നത് അല്ലേ. 5000 ഡിവൈഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 50 യൂണിറ്റ് കിട്ടും. ഇനി അടുത്ത മാസം അതിൻ്റെ NAV എന്ന് പറഞ്ഞാൽ 80 രൂപയുടെ താഴ്ന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ യൂണിറ്റുകൾ കിട്ടുമല്ലേ. അപ്പോൾ 62.5 യൂണിറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതായത് 5000 ഡിവൈഡ് ബൈ 80 എന്ന് പറയുന്നത് ആണ് ഈ പറഞ്ഞ 62.5. അപ്പോൾ അതായത് മാർക്കറ്റ് താഴുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ യൂണിറ്റുകൾ മേടിക്കാനായിട്ട് പറ്റും ഈ പറഞ്ഞ SIP ആണെങ്കിൽ. അതാണ് റുപ്പി കോസ്റ്റ് ആവറേജിംഗ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ SIPയുടെ ഗുണം എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിഫിക്കേഷൻ എന്നാണ് നമ്മൾ. അതായത് റിസ്ക് നമുക്ക് പരമാവധി കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ SIP മുഖാന്തരം നിങ്ങൾ പണം ഓരോ മാസം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് സ്റ്റോക്കുകളിലേക്കും ബോണ്ടുകളിലേക്കും ഒക്കെ ഡിവൈഡ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഇത് സ്റ്റോക്കുകൾ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ 100-200 ഷെയറുകളിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ ഷെയറിൻ്റെ വില താഴ്ന്നു പോയാലും നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ SIP ആണെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ബാക്കി ഇപ്പോൾ 100 ഷെയർ ഉണ്ടെങ്കിൽ ബാക്കി 99 നന്നായിട്ട് പെർഫോം ചെയ്താൽ നിങ്ങളുടെ ആ നഷ്ടം മാറ്റിക്കളയാനായിട്ട് SIPയിലൂടെ പറ്റും. അതിനാണ് ഡൈവേഴ്സിഫിക്കേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നതാണ് ഒരു കോമ്പൗണ്ടിങ് മാജിക് SIPയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ചെറിയ തുക പതിവായിട്ട് നിക്ഷേപിക്കുന്ന സമയത്ത് അതിൻ്റെ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു അപ്രീസിയേഷൻ്റെ ഒരു അഡീഷൻ ഉണ്ട്. അതായത് 10 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് 10000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് രണ്ടാമത്തെ ദിവസം നിങ്ങൾക്കൊരു 10 രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ദിവസം നിങ്ങളുടെ റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് ഈ 10000 രൂപയുടെ 10 രൂപയും കൂടെ ആഡ് ചെയ്തിട്ട് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങളുടെ ലാഭം നിങ്ങളുടെ ക്യാപിറ്റലിലൂടെ ആഡ് ചെയ്ത് വരുന്നു. എന്നിട്ട് ആ ഓരോ ദിവസം ആഡ് ചെയ്യുന്നതും കൂടിയിട്ടുള്ള ക്യാപിറ്റലായിരിക്കും ഗ്രോ ചെയ്യുന്നത്. ഇതിനാണ് കോമ്പൗണ്ടിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ SIPയിൽ ഈ പറഞ്ഞ കോമ്പൗണ്ടിങ് എഫക്റ്റ് ഏറ്റവും എഫക്റ്റീവായിട്ട് ഓരോ ഇൻവെസ്റ്റേഴ്സിനും എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ പറഞ്ഞ SIP എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് SIPയുടെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഒരു മോശം കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സിറ്റ് ലോണാണ്. അപ്പോൾ നിങ്ങൾ SIP ആരംഭിച്ച് നിങ്ങൾ ആദ്യത്തെ SIP ഇൻസ്റ്റാൾമെൻറ്റ് 1 കൊല്ലം കംപ്ലീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ എമൗണ്ട് മാത്രമായിരിക്കും നിങ്ങൾക്ക് എക്സിറ്റ് ലോൺ ഇല്ലാതെ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 12 മാസം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ തുക ഒരുമിച്ച് എടുക്കാനായിട്ട് പറ്റില്ല. കാരണം ഓരോ മാസത്തെ SIPയുടെയും തുകകൾ ഓരോ വർഷവും
കംപ്ലീറ്റ് ചെയ്യപ്പെടേണ്ടതുകൊണ്ട് എല്ലാത്തിനും എന്തുകൊണ്ടും എക്സിറ്റ് ലോഡ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഫുൾ എമൗണ്ട് ഒന്നിച്ചെടുക്കുക എന്നൊരു ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ SIP നിങ്ങൾക്ക് അത്രയും നന്നാവണമെന്നില്ല. രണ്ടാമത്തെ ഒരു ദോഷം എന്ന് പറയുന്നത് SIP ഒരിക്കലും ഒരു ഷോർട്ട് ടേമിലേക്ക്, അതായത് ഒരു ചെറിയ ഒരു കാലയളവിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ അതിലൊരു നല്ല റിട്ടേൺസ് എപ്പോഴും SIP ലഭിക്കുന്നതും അതിൽ ഈ റുപ്പി കോസ്റ്റ് ആവറേജിങ്ങും അതുപോലെ കോമ്പൗണ്ടിങ്ങും ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു 10-15 കൊല്ലം ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ആയിരിക്കും സാധാരണ SIPകൾ കൂടുതലുണ്ട്. അപ്പോൾ SIPയുടെ ഈ രണ്ട് ചെറിയ ദോഷവശങ്ങൾ ഒഴിച്ചാൽ ബാക്കി നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് SIP എന്ന് പറയുന്നത്. ഇനി എന്താണ് ലംസം ഇൻവെസ്റ്റ്മെന്റ്? എന്താണ് ലംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ പണം ഒറ്റയടിക്ക് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് ലംസം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ മുഴുവൻ പണം ഇപ്പോൾ എന്ത് ചെയ്യും, ഒരേ സമയം, അതായത് പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കും. അപ്പോൾ മാർക്കറ്റ് ഉയരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് റിട്ടേൺസ് ഒരുപാട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഫാസ്റ്റായിട്ട് റിട്ടേൺ കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ലംസം ഇൻവെസ്റ്റ്മെന്റുകൾ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി വിറ്റ പൈസ അല്ലെങ്കിൽ ഒരു FD മെച്യൂറായ പൈസ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എമൗണ്ടുകൾ മാർക്കറ്റിൽ പെട്ടെന്ന് ഒരേ സമയം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ഒരു ഓപ്ഷനെയാണ് ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമുക്ക് ലംസം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ലംസം ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളും പ്രധാനപ്പെട്ട ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ കൂടുതൽ സമയവും നിങ്ങളുടെ വലിയ എമൗണ്ട് ആയതുകൊണ്ട് ആ എമൗണ്ട് കൂടുതൽ സമയവും നിങ്ങൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, റിട്ടേൺസും നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും. ഇനി രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത്, അത് ഈ പറഞ്ഞ ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഒരു വലിയ ബുൾ മാർക്കറ്റിൻ്റെ സമയമാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ റിട്ടേണും കിട്ടാൻ സാധിക്കും. കാരണം നമ്മുടെ എമൗണ്ട് കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ റിട്ടേൺ കിട്ടാനായിട്ട് സാധിക്കും. പിന്നെ മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. അതായത് നമ്മുടെ SIP പോലെ നമ്മൾ ഒരുപാട് നാളത്തേക്ക് എല്ലാ മാസവും ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്ന് നമ്മൾ കാത്തിരിക്കേണ്ട, ഒറ്റ തവണയായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വളരെ വളരെ വേഗം നമുക്ക്, അതായത് പിന്നെ എല്ലാ മാസവും നമ്മൾ മൈൻഡിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് മറന്നു കളയാം. പിന്നെ അത് കുറേ നാളത്തേക്ക് നമ്മൾ നോക്കാതെ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ഈ ലംസം ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ദോഷങ്ങൾ എന്താണ്? അതായത് റിസ്ക് വളരെ കൂടുതലായിരിക്കില്ല. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് മാർക്കറ്റ് പൊങ്ങുകയാണെങ്കിൽ ലംസം നല്ലതാണ്, പക്ഷേ മാർക്കറ്റ് താഴ്ന്നാൽ എന്ത് സംഭവിക്കും? നമ്മുടെ പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി ഈ നമ്മുടെ ടൈമിംഗ്, നമ്മൾ രണ്ടാമത്തെ ഒരു ദോഷം എന്ന് പറയുന്നത്, നമ്മുടെ ടൈമിംഗ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ, അത് നമ്മൾ റോങ് ആയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, നഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് പിൻവലിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു റിസ്ക് ഇതിലുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു ഇതെന്ന് പറയുന്നത്, ഈ ലംസം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വലിയ തുക വേണം അല്ലേ. അപ്പോൾ ചെറിയ തുകകളുള്ള ആൾക്ക് ലംസം ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അതിന് വലിയ തുക വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു മൂന്നാമത്തെ ദോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ലംസം ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ ഗുണങ്ങളും ദോഷങ്ങളും. അടുത്തായിട്ട് നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് SIPയിലും ലംസമായിട്ട് നിങ്ങൾ നിക്ഷേപിച്ചാൽ നിങ്ങളുടെ റിട്ടേൺസ് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു വ്യക്തി, ഇപ്പോൾ രാജു എന്ന് പറയുന്ന ഒരാളാണ് ഈ പറഞ്ഞ ഒരു പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കുക. അപ്പോൾ രാജു ഒരു IT ജോലിക്കാരനാണ്. ഇതൊരു ഉദാഹരണത്തിന് വേണ്ടി പറയുന്ന ഒരു പേരാണ്. അപ്പോൾ ആ രാജുവിന് എന്താണ് മാസ ശമ്പളം ഒരു 50,000 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. ഇനി ആദ്യത്തെ ഒരു കേസ് സ്റ്റഡി എന്ന് പറയുന്നത്, രാജു SIP ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ രാജുവിൻ്റെ റിട്ടേൺ എന്ത് സംഭവിച്ചു എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്ന മാർക്കറ്റിൻ്റെ ഉയർച്ചയും താഴ്ചയും ശതമാനവും എല്ലാം കറക്റ്റ് ആയിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാ കാൽക്കുലേഷൻസും വെറും അസംഷൻസ് മാത്രമാണ്. നിങ്ങളൊരു റെക്കമെൻഡേഷൻ ആയിട്ടോ അഡ്വൈസ് ആയിട്ടോ ഒന്നും നിങ്ങളത് എടുക്കരുത്. ഈ 2020 ജനുവരിയിൽ രാജു ഒരു ഇക്വിറ്റി ഫണ്ടിൽ ഒരു SIP തുടങ്ങി. മാസം ഒരു 10,000 രൂപ 3 വർഷത്തേക്ക്, അതായത് 2020 മുതൽ 2022 വരെ കാലയളവിലേക്കാണ് എന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ ഈ മാർക്കറ്റ് ഒരു എന്താ പറയുക, ഒരു സ്ഥിരമായിട്ടുള്ള ആയിരുന്നില്ല എന്ന് വിചാരിക്കുക. അതായത് അതൊരു അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു ഇതായിരുന്നു നമ്മൾ വിചാരിക്കുക. അപ്പോൾ 2020 എന്ത് ചെയ്തു, മാർക്കറ്റ് ക്രാഷ് ചെയ്തല്ലോ, കൊറോണ താഴ്ന്നു പോയി. 2021 ഉയർന്നു വന്നു, വീണ്ടും താഴ്ന്നു. 2022 വീണ്ടും ചെറുതായിട്ട് താഴ്ന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു അസ്ഥിരമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു രാജുവിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് എന്ന് പറഞ്ഞ് നമ്മളൊന്ന് വിചാരിക്കുക. 2020 മാർക്കറ്റ് താഴ്ന്നു കഴിഞ്ഞപ്പോൾ എന്താണ്, അതിൻ്റെ NAV എന്ന് പറയുന്നത് 50 രൂപയായി അല്ലേ. അപ്പോൾ 10,000 രൂപ നിക്ഷേപിച്ച രാജുവിന് 10,000 ഡിവൈഡ് ബൈ 50 എന്ന് പറയുമ്പോൾ 200 യൂണിറ്റുകളാണ് കിട്ടിയത്. ഇൻറ്റു 12 മാസം, അപ്പോൾ 2,400 യൂണിറ്റുകൾ 2020 അദ്ദേഹത്തിന് കിട്ടി. ഇനി 2021 മാർക്കറ്റ് ഉയർന്നു പോയി കഴിഞ്ഞപ്പോൾ NAVയുടെ വില എന്ന് പറയുന്നത് 80 രൂപയായിരുന്നു. അപ്പോൾ 10,000 രൂപ അയാൾ നിക്ഷേപിച്ചു, അയാൾക്ക് 80 രൂപ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 125 യൂണിറ്റുകൾ അയാൾക്ക് കിട്ടി. ഇൻറ്റു 12 മാസം എന്ന് പറയുമ്പോൾ അയാൾക്ക് 2021 1500 യൂണിറ്റുകൾ കിട്ടി. ഇനി 2022 NAV 70 രൂപയായിരുന്നു. അപ്പോൾ 10,000 ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഡിവൈഡ് ബൈ 70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 142.86 യൂണിറ്റുകളാണ് അയാൾക്ക് കിട്ടിയത്. ഇൻറ്റു 12 മാസം എന്ന് പറയുമ്പോൾ
1714.32 യൂണിറ്റുകളാണ് രാജുവിന് കിട്ടിയത്. അപ്പോൾ നമുക്ക് എത്രയാണ് മൊത്തം ഈ 3 കൊല്ലങ്ങളിൽ കൂടിയിട്ട് പുള്ളിക്ക് എത്ര യൂണിറ്റ് കിട്ടി? 2400 പ്ലസ് 1100 പ്ലസ് 1714.32 ഈക്വൽ 5614.32 യൂണിറ്റുകളാണ് അദ്ദേഹത്തിന് മൊത്തം കിട്ടിയത്. ഇനി മൊത്തം നിക്ഷേപം എത്രയാണ്? 10,000 × 36 മാസം എന്ന് പറഞ്ഞാൽ 3,60,000 രൂപ അയാൾ നിക്ഷേപിച്ചു. അപ്പോൾ ശരാശരി NAV എന്ന് പറയുന്നത് ഈ 3,60,000 ഡിവൈഡഡ് ബൈ 5614.32 ഈസ് ഈക്വൽ ടു എത്രയാണ്? 64.13 ആണ്. അത് അയാളുടെ ആവറേജ്, അതായത് ഈ 3 കൊല്ലത്തെയും കൂടി നമ്മൾ ആവറേജ് NAV നമ്മൾ എടുക്കുന്ന സമയത്ത്, അതായത് നമ്മൾ പറഞ്ഞ റുപ്പി കോസ്റ്റ് ആവറേജിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലോർക്കുക. 2022 ഡിസംബറിൽ NAV 75 രൂപയായിരുന്നു. അതായത് നിക്ഷേപ മൂല്യം എന്ന് പറയുന്നത് ഈ 5614.32 × 75 എന്ന് പറഞ്ഞാൽ 4,21,074 രൂപ. അപ്പം ലാഭം എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 4,21,074 മൈനസ് 3,60,000 ആൾ നിക്ഷേപിച്ചത്. അപ്പോൾ 61,074 ആൾക്ക് ലാഭം കിട്ടി. അപ്പോൾ നമുക്ക് റിട്ടേൺ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? ഈ 61,074 ഡിവൈഡഡ് ബൈ 3,60,000 × 100 ഗുണിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 16.97% അദ്ദേഹത്തിന് കിട്ടിയ റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ SIP ഒരു റുപ്പി കോസ്റ്റ് ആവറേജിങ് കാരണം ഈ മാർക്കറ്റിൽ താഴ്ചകൾ ഉണ്ടായിട്ടും രാജുവിൻ്റെ നിക്ഷേപം വളർന്നു. അതായത് 16.97% അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ ഈ 3 വർഷത്തിനുള്ളിൽ ഈ റുപ്പി കോസ്റ്റ് ആവറേജിങ്, അപ്പോൾ ഈ ലാഭത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ റുപ്പി കോസ്റ്റ് ആവറേജിങ് ആണ്. അതുപോലെ കോമ്പൗണ്ടിങ്ങും ഇവിടെ വളരെ ശക്തിയായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ ഈ 3 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവാണ് അല്ലേ? അതായത് പക്ഷേ ഈ ദീർഘകാലത്ത് നിക്ഷേപങ്ങൾ, അതായത് ഒരു സാധാരണഗതിയിൽ ഈ കോമ്പൗണ്ടിങ് ഒക്കെ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ്? ദീർഘകാലത്തെ നിക്ഷേപങ്ങൾ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ കോമ്പൗണ്ടിങ് എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഏറ്റവും വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതായിരിക്കും. ഇനി സെക്കൻഡ് കേസിൽ രാജു എന്ന് പറയുന്ന ആൾ ലംസമായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ രാജു 2023 രാജുവിന് ഒരു ബോണസ് കിട്ടിയെന്ന് വിചാരിക്കുക. അതായത് ഒരു 5 ലക്ഷം രാജുവിന് പെട്ടെന്ന് ബോണസ് കിട്ടി. രാജു ആ പണം ഒരു ലാർജ് ക്യാപ് ഫണ്ടിൽ ലംസമായിട്ട് നിക്ഷേപിച്ചു. കാരണം 2023 ഒരു ബുൾ മാർക്കറ്റ് ആയിരിക്കുമെന്നാണ് രാജു കരുതിയത്. അതായത് ഫണ്ട് നന്നായിട്ട് ഗ്രോ ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2023 ജനുവരിയിൽ NAV എത്തി 100 രൂപയായിരുന്നു. അപ്പോൾ എത്ര യൂണിറ്റ് കിട്ടി? 5 ലക്ഷം ഡിവൈഡഡ് ബൈ 100, 5000 യൂണിറ്റുകളാണ് രാജുവിന് കിട്ടിയത്. ഡിസംബർ 21 ആയ സമയത്ത് മാർക്കറ്റ് 18% ഗ്രോ ചെയ്തു. അപ്പോൾ NAV എത്രയായി? 118 രൂപയായി. അപ്പോൾ നിക്ഷേപ മൂല്യം എന്ന് പറയുന്നത് ഈ 5,90,000 രൂപ ആയി അല്ലേ? അപ്പോൾ 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് 90,000 രൂപ ലാഭം കിട്ടി. അപ്പോൾ ഏകദേശം നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 18% ലാഭം രാജുവിന് കിട്ടി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ രാജുവിൻ്റെ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് 2023 18% ലാഭം നൽകി. പക്ഷേ 2022 ലംസം ഇട്ടിരുന്നെങ്കിലോ, അതായത് 2022 മാർക്കറ്റ് 15% താഴേക്ക് പോയി. അത് NAV-യിലുണ്ടായ ഡിഫറൻസ് നമ്മൾ നേരത്തെ കണ്ടതാണ്, 85 ആയനെ. അപ്പോൾ നിക്ഷേപ മൂല്യം എന്ന് പറയുന്നത് എത്രയാണ്? 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ഈ 4,25,000 മാത്രമായിരിക്കും ക്യാപിറ്റൽ ഉണ്ടാകും. അപ്പോൾ 15% നഷ്ടം പറ്റും. അപ്പോൾ ഈ ലംസം എന്ന് പറയുന്നത് റിട്ടേൺ, അതായത് മാർക്കറ്റിൻ്റെ ടൈമിങ്ങിനെയാണ് ആശ്രയിച്ച് ഇരിക്കുന്നത്. അപ്പോൾ ഈ കാൽക്കുലേഷൻ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ 2023 ലാഭമായിരുന്നു, എന്നാൽ 2022 എന്താണ്? അത് നഷ്ടമായിരിക്കും. അപ്പോൾ ഈ ലംസം ഇൻവെസ്റ്റ്മെൻറ്റിൽ മാർക്കറ്റിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് നിങ്ങൾക്ക് എന്താണ് SIP എന്നും എന്താണ് ലംസം എന്നും നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അടുത്തത് നമ്മൾക്ക്, അതായത് നിങ്ങൾ ഇൻവെസ്റ്റേഴ്സിന് എങ്ങനെ SIP ആണോ നല്ലത് അല്ലെങ്കിൽ ലംസമാണോ, ഇതെങ്ങനെ തിരഞ്ഞെടുക്കാം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ അതായത് SIP തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയുള്ള ആളുകളാണ്, എപ്പോഴാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് നിങ്ങളുടെ കയ്യിൽ വലിയ തുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രാജുവിനെ പോലെ മാസശമ്പളം 50,000 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10,000 SIP ഇടാം. അപ്പോൾ അതായത് നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു തുക നിങ്ങൾക്ക് SIP ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ലംസം ഇല്ലെങ്കിൽ, ഈ പറഞ്ഞ വലിയ തുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് SIP ആയിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി മാർക്കറ്റ് സ്ഥിരമല്ലാതെ ഒരു ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞ മൂഡിലാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് SIP ആണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അതായത് നിങ്ങൾക്ക് ആ മാർക്കറ്റിൽ ആ റിസ്ക് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ആ റിസ്ക് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും SIP ആണ് ഏറ്റവും നല്ലത്. അതായത് രാജുവിൻ്റെ SIP റിസ്ക് കുറച്ച് 16.9% റിട്ടേൺ നൽകി എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് വോളറ്റിലിറ്റി മാർക്കറ്റിൽ ഏറ്റവും നല്ലത് SIP ആയിട്ട് തുടങ്ങുന്നതാണ്. ഇനി മൂന്നാമത്തെ എങ്ങനത്തുള്ള ആളുകളാണ്, നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു ദീർഘകാലത്തേക്ക് ഒരു 10, 15, 20 കൊല്ലമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ SIP ആയിട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. കാരണം ഈ കോമ്പൗണ്ടിങ് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ റിട്ടേൺസ് ഏറ്റവും നന്നായിട്ട് കൂടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്
ഈ പറഞ്ഞ SIP ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി നാലാമത്തെ ഒരു ഏത് കാറ്റഗറി, നിങ്ങളുടെ റിസ്ക് കുറയ്ക്കാനായിട്ട്, അതായത് അധികം റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ റുപ്പി കോസ്റ്റ് ആവറേജിംഗ് എന്ന് പറയുന്നൊരു മെക്കാനിസം അതിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് SIP നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയുള്ള ആളുകളാണ് ലംസം ചൂസ് ചെയ്യേണ്ടത്? അതായത് നിങ്ങളുടെ കൈവശം പെട്ടെന്നൊരു വലിയ തുക വരുവാണെങ്കിൽ, അതായത് രാജുവിനെ പോലെ നിങ്ങൾക്കൊരു ബോണസ് 5 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലംസമായിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ മാർക്കറ്റ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അതിൻ്റെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മാർക്കറ്റാണ്, നിങ്ങൾ ട്രെൻഡ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലംസമായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് വരും. പിന്നെ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, അതായത് ഈ പണം, അതായത് മാർക്കറ്റിൽ നിങ്ങൾക്ക് ദീർഘകാലത്തേക്ക് പണം ഇടാൻ കഴിയുമെങ്കിൽ, അതായത് ലംസം ഇപ്പോൾ ഉയർന്ന റിട്ടേൺ തരും എന്നുള്ളൊരു ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ, അതായത് മാർക്കറ്റ് ഉയർന്നു പോകും, നല്ല ട്രെൻഡാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ലംസമായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ റിസ്ക് എടുക്കാൻ, അതായത് ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ആളാണെങ്കിൽ മാത്രമേ നിങ്ങൾ ലംസം ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പാടുള്ളൂ. അപ്പോൾ റിസ്ക് കൂടുതൽ എടുക്കുന്നവർക്ക് ലംസം ഏറ്റവും നന്നായിട്ട് വരികയുള്ളൂ, കാരണം റിട്ടേൺസ് അത്രേ കിട്ടുള്ളൂ. മാത്രമല്ല ഇപ്പം നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത സാഹചര്യങ്ങളും വ്യക്തികളുടെയും ആവശ്യങ്ങളെല്ലാം ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഈ പറഞ്ഞ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ആ സാഹചര്യങ്ങളുള്ള ആളുകളും കൃത്യമായിട്ട് മനസ്സിലാക്കി, അപ്പോൾ ഇതിൽ വ്യത്യാസങ്ങളൊക്കെ വരാം, നിങ്ങളുടെ കേസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസങ്ങളൊക്കെ വരാം. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങളുടെ റിസ്ക്കും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസണും നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റലും ഒക്കെ മനസ്സിലാക്കി മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു അനാലിസിസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ളൊരു ഫൈനാൻഷ്യൽ എക്സ്പെർട്ടിനെ നിങ്ങൾക്ക് സമീപിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ കറക്റ്റായിട്ടുള്ളൊരു സൊല്യൂഷൻ നിങ്ങളുടെ സാഹചര്യമെല്ലാം മനസ്സിലാക്കി തരാനായിട്ട് ഞങ്ങൾക്ക് പറ്റും. അതുമാത്രമല്ല, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അത് രേഖപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും അതിനുള്ള നിങ്ങളെ സഹായിക്കാനും അതുപോലെ അതിനുള്ള ഉത്തരങ്ങൾ തരാനും ഞങ്ങൾ സന്നദ്ധരാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എന്താണ് SIP എന്നും ലംസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അതിന് രണ്ടിനും ഗുണങ്ങളും ദോഷങ്ങളും, അപ്പോൾ നിങ്ങളുടെ റിട്ടേൺസിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും, രണ്ടും നമുക്ക് എങ്ങനെ കമ്പാരിസൺ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതെങ്ങനെ സെലക്ട് ചെയ്യാം, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തു അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു ചോദ്യം വരാം, അതായത് SIPയുടെ കുറഞ്ഞ റിസ്ക്കും ലംസം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഉയർന്ന റിട്ടേൺ സാധ്യതയും ഒരുമിച്ച് ഉപയോഗിക്കാൻ കഴിഞ്ഞാലോ? അങ്ങനൊരു ചോദ്യം നിങ്ങൾക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട്. അതിൻ്റെ പേരാണ് സിസ്റ്റമാറ്റിക്, അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തിൻ്റെ ഒരു പേരാണ് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ. അപ്പോൾ എന്താണ് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എന്നുള്ളത് നമ്മൾ വരും എപ്പിസോഡുകളിൽ ഏറ്റവും വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കി തരും. അപ്പോൾ നമ്മുടെ സീരീസ് മുടങ്ങാതെ കാണുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ സീരീസ് ഓഫ് വീഡിയോസ് മ്യൂച്വൽ ഫണ്ടുകളിലെ നിങ്ങൾ ഇതുവരെ അറിയാത്ത എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് എക്സ്പെർട്ട് ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഈ എപ്പിസോഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം PDF ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് മനസ്സിലാക്കുക, പഠിക്കുക. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഈ സീരീസ് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ വി ആർ ഹിയർ to create investment winners. Thank you.